സൗകര്യത്തിന് മറുപടി പറയാൻ വന്ന ആളല്ല. എന്റെ പൊന്നു ദൈവമേ, സംഖ്യ ഒന്ന് ആളാവാൻ നോക്കിയതാ. ഹാഷ്മിയും ജിൻഡോയും എടുത്ത് പുള്ളിയെ ഏറിലങ്ങ് നിർത്തി. ഇതൊന്ന് കണ്ടു നോക്കിക്കേ. ഈ പറയുന്ന ഇംഗ്ലീഷ് പ്രഭുക്കന്മാർക്ക് ഷേവ് ചെയ്ത് കൊടുത്തൊരു കോൺഗ്രസ്സുകാരനുണ്ട്. ഞങ്ങൾ പേര് പറയാത്തത് ഞങ്ങളുടെ മാന്യത കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞില്ലേ മറ്റേ പണിക്ക് പോയിരുന്നത്, ആ പോയിരുന്നത് കൊണ്ടാണെന്നേ ആ അസുഖം വന്നത്. ആ മറ്റേ പണിക്ക് പോയ കോൺഗ്രസ്സുകാരൻ ആരാണെന്ന് ജിൻഡോയ്ക്ക് അറിയാം. ജിൻഡോയുടെ മുഖത്തുണ്ടത്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. ജിൻഡോ, ഞാൻ പറയാൻ തുടങ്ങിയാൽ ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടി വരും. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകാത്തത് എനിക്കൊരു മാന്യതയുണ്ട്. ഞാൻ ഇരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ആ മര്യാദ ഞാൻ ജിൻഡോ. എന്നാലും ആരാണെന്ന് അറിയാനൊരു ആകാംക്ഷ, അതുകൊണ്ട് ചോദിച്ചാൽ. ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് വ്യക്തമായില്ലേ? അവനത് പറയില്ല. നീ അത് വിട്, നമുക്ക് മിഷനിൽ ഫോക്കസ് ചെയ്യാം. ഓക്കെ. താങ്കളുടെ വെല്ലുവിളിയൊക്കെ ജിൻഡോയുടെ കയ്യിൽ. പിന്നെ ഭീഷണിയുടെ സ്വരം അതെന്നോട് വേണ്ട. സ്കൂളിൽ വെച്ച് ഏറ്റവും പേടിച്ചതിന് എനിക്ക് 1ാം സമ്മാനം വരെ കിട്ടിയിട്ടുണ്ട്. രാജ്യത്തെ ജനങ്ങൾക്കറിയാം. ഞാൻ അയാള് പറഞ്ഞ അല്ല സൗകര്യത്തിന് മറുപടി പറയാൻ വന്ന ആളല്ല. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. വെറുതെ ഒരു വാചകം അടിച്ചിട്ട് പോയതാണോ? രാത്രി ഒളിസേവയ്ക്ക് പോയി. ജിൻഡോ പറഞ്ഞതിന് മുനയൊടിക്കാൻ നന്ദൂർ ഒരു വ്യാജം പറഞ്ഞതാണോ? വ്യാജം പറഞ്ഞ പേര് പറ എന്നാ ജിൻഡോ പറയുന്നത്. അല്ല, എനിക്കറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക. വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയാനോ BJPക്ക്? ഉളുപ്പില്ലാത്തത് എന്തും വിളിച്ചു പറയും. എന്താണെങ്കിലും പുള്ളി നല്ല രീതിയിൽ നാണം കെട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, പുള്ളിയെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് കാണുമല്ലോ. അതാണല്ലോ ചാണകങ്ങള്. എന്ത് ചെയ്യാം? എന്താണെങ്കിലും പുള്ളിയുടെ അവസ്ഥയൊക്കെ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്ന് ഈ സീന. വൈഫിന് എന്തിന്റെ ആരംഭം? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. ഓക്കെ.